ക്രിക്കറ്റിൽ എക്കാലവും ചർച്ച ചെയ്യപ്പെടുന്ന പേരാണ് സഞ്ജു സാംസന്റേത്. പ്രതിഭയുണ്ടായിട്ടും പലപ്പോഴും ടീമിന് പുറത്തിരിക്കേണ്ടി വരുന്ന സഞ്ജുവിന് ഇത്തവണത്തെ T20 ലോകകപ്പിലും സമാനമായ അവസ്ഥയാണ് നേരിടേണ്ടി വരുന്നത്. ലോകകപ്പിന് തൊട്ടുമുമ്പ് നടന്ന ന്യൂസിലൻഡ് പരമ്പരയിൽ പ്രതീക്ഷിച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിയാതിരുന്നത് സഞ്ജുവിനെ ലോകകപ്പിന്റെ ആദ്യ മത്സരങ്ങളിൽ നിന്നും മാറ്റി നിർത്താൻ കാരണമായി. എന്നാൽ സൂപ്പർ 8ലേക്ക് കടക്കുമ്പോൾ ടീം ഇന്ത്യ നേരിടുന്ന ബാറ്റിംഗ് പ്രതിസന്ധികൾ സഞ്ജുവിന്റെ പേര് വീണ്ടും മുൻനിരയിലേക്ക് എത്തിക്കുന്നുണ്ട്. കിട്ടിയ അവസരം മുതലാക്കി സഞ്ജു നമീബിയക്കെതിരായ മത്സരത്തിൽ യുവതാരം അഭിഷേക് ശർമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടപ്പോഴാണ് സഞ്ജു സാംസൺ പ്ലേയിങ് 11-ൽ ഇടം പിടിച്ചത്. ആ മത്സരത്തിൽ സഞ്ജു നേരിട്ടത് വെറും 8 പന്തുകൾ മാത്രമായിരുന്നു. എന്നാൽ 8 പന്ത് കൊണ്ട് അടിച്ചുകൂട്ടിയ പെർഫോമൻസ് കൊണ്ട് എന്തിനാണ് ടീമിൽ സഞ്ജു വേണ്ടതെന്ന് തെളിയിക്കുകയുണ്ടായി. 275 എന്ന അവിശ്വസനീയമായ സ്ട്രൈക്ക് റേറ്റിലായിരുന്നു സഞ്ജുവിന്റെ ബാറ്റിംഗ്. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും പരിശീലകൻ ഗൗതം ഗംഭീറും ഈ പ്രകടനത്തെ പരസ്യമായി പ്രശംസിക്കുകയും ചെയ്തു. T20 ക്രിക്കറ്റിലെ 1-ാം നമ്പർ ബാറ്ററായ അഭിഷേക് ശർമ്മയിൽ ടീം വലിയ പ്രതീക്ഷകളാണ് വെച്ചിരുന്നത്. എന്നാൽ ലോകകപ്പിലെ ആദ്യ 3 മത്സരങ്ങളിലും താരം തീർത്തും നിരാശപ്പെടുത്തി. USA, പാകിസ്ഥാൻ, നെതർലാൻഡ്സ് എന്നീ ടീമുകൾക്കെതിരെ കളിച്ച അഭിഷേകിന് കാര്യമായി ഒന്നും നേടാൻ കഴിഞ്ഞില്ല എന്നത് ഞെട്ടിക്കുന്ന വസ്തുതയാണ്. 3 മത്സരങ്ങളിലും താരം 0-ന് പുറത്തായി. ഇത്രയും ദയനീയമായ ഫോമിലായിട്ടും മാനേജ്മെന്റ് അഭിഷേകിനെ പിന്തുണയ്ക്കുന്നത് ആരാധകരെ ചൊടിപ്പിക്കുന്നുണ്ട്. സൂപ്പർ 8 പോലുള്ള നിർണായക ഘട്ടങ്ങളിൽ ഫോമിലല്ലാത്ത ഒരു താരത്തെ ഓപ്പണിംഗിൽ പരീക്ഷിക്കുന്നത് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയായേക്കാം. സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ഉയരുമ്പോൾ പകരക്കാരനായി ആരാധകർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് തിലക് വർമ്മയാണ്. എല്ലാ മത്സരങ്ങളിലും തിലക് 25-ന് മുകളിൽ ബാറ്റ് കണ്ടെത്തുന്നുണ്ടെങ്കിലും താരത്തിന്റെ ശൈലി T20 ഫോർമാറ്റിന് അനുയോജ്യമല്ലെന്ന വാദമാണ് ഉയരുന്നത്. കണക്കുകൾ പരിശോധിക്കുമ്പോൾ തിലക് വർമ്മയുടെ സ്ട്രൈക്ക് റേറ്റ് വളരെ താഴ്ന്നതാണെന്നും കാണാം. പ്രത്യേകിച്ചും 1 ഡൗൺ ആയി ഇറങ്ങുന്ന ഒരു ബാറ്റർ പവർ പ്ലേ ഓവറുകൾ പ്രയോജനപ്പെടുത്തുന്നതിന് പകരം ഏകദിന ശൈലിയിൽ ബാറ്റ് ചെയ്യുന്നത് ടീമിന്റെ മൊത്തത്തിലുള്ള സ്കോറിനെ ബാധിക്കുന്നുണ്ട്. നെതർലൻഡ്സിനെ പോലെ ഒരു ദുർബലമായ ടീമിനെതിരെ ഇന്ത്യ വെറും 17-നാണ് വിജയിച്ചത്. മധ്യനിരയിലെ ഇത്തരം മെല്ലേപ്പോക്കാണ് ഇതിന്റെ പ്രധാന കാരണം. സൂപ്പർ 8 മത്സരങ്ങളിൽ ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട് തുടങ്ങിയ കരുത്തരായ ടീമുകളെ ഇന്ത്യക്ക് നേരിടേണ്ടി വരും. ഇവിടെയാണ് സഞ്ജുവിന്റെ പ്രാധാന്യം നിലനിൽക്കുന്നത്. ആദ്യ പന്ത് മുതൽ ആക്രമിച്ച് കളിക്കാൻ സഞ്ജുവിന് സാധിക്കും. ഇത് ടീം സ്കോർ ഉയർത്താനും സഹായിക്കും. ടോപ്പ് ഓർഡറിൽ ഇടം കയ്യന്മാരായ അഭിഷേകും തിലകും ഫോം കണ്ടെത്താൻ ബുദ്ധിമുട്ടുമ്പോൾ സഞ്ജുവിനെ പോലൊരു വലം കയ്യൻ ബാറ്റർ വരുന്നത് ബൗളർമാരുടെ താളം തെറ്റിക്കാൻ സഹായിക്കും. സ്പിന്നർമാരെയും പേസർമാരെയും ഒരുപോലെ നേരിടാൻ സഞ്ജുവിന് പ്രത്യേക മികവുണ്ട്. ക്രിക്കറ്റ് ഒരു ടീം ഗെയിമാണ്. അവിടെ ഓരോ റണ്ണിനും ഓരോ പന്തിനും വിലയുണ്ട്. വ്യക്തിഗത റെക്കോർഡുകളേക്കാൾ ടീമിന്റെ വിജയത്തിനാണ് തിരഞ്ഞെടുക്കേണ്ടത്. തിലക് വർമ്മ നൽകുന്ന സ്ഥിരതയേക്കാൾ സഞ്ജു സാംസൺ നൽകുന്ന വേഗതയും ആഘാതവുമാണ് നിലവിൽ ഇന്ത്യക്ക് ആവശ്യം. അഭിഷേക് ശർമ്മയ്ക്കും തിലക് വർമ്മയ്ക്കും മാനേജ്മെന്റ് നൽകുന്ന അമിത പിന്തുണ സഞ്ജുവിനെ പോലൊരു പ്രതിഭയെ പുറത്താക്കാൻ കാരണമാകരുത്. സൂപ്പർ 8 പോരാട്ടങ്ങളിൽ ഇന്ത്യക്ക് കിരീടം വേണമെങ്കിൽ ബാറ്റിംഗ് നിരയിൽ സഞ്ജുവിനെ പോലൊരു എക്സ് ഫാക്ടർ അനിവാര്യമാണ്. ആരാധകരുടെ ഈ മുറവിളി ടീം മാനേജ്മെന്റ് കേൾക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം.